ഹേ ഗായ്സ്, അപ്പം നമുക്ക് പെരുന്നാളിൻ്റെ പിറ്റേന്നത്തെ വ്ളോഗ് കണ്ടാലോ. അപ്പോൾ നീച്ചപ്പാട് തന്നെ വലിയ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് എല്ലാ വീട്ടിലും ഇറച്ചി ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ നീച്ചപ്പാട് പത്തിരും നല്ല ഇറച്ചിക്കറിയും ഇറച്ചി പൊരിച്ചതൊക്കെ കൂട്ടി ചായ കുടിച്ച്. അപ്പോൾ ഇതിൻ്റെ കാക്കാണ്, അപ്പോൾ ഓസിലിൻ്റെ ഏക മാമൻ. അങ്ങനെ നമ്മൾ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങിയൊക്കെ എണീച്ച് കഴിയുമ്പോഴത്തേക്കും രാത്രിയായി. നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ അടിക്കാമെന്നുള്ള പ്ലാനിൽ. പിന്നെ അവിടുന്ന് ഇറങ്ങി പോകുന്ന നമ്മൾ കുറച്ച് ഡ്രൈവൊക്കെ ചെയ്ത് ഫലൂദ നേഷനിൽ കയറി ഫലൂദ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫലൂദ നേഷനിൽ കയറി രണ്ടാളും 2 വെറൈറ്റീസ് ഓഫ് ഫലൂദ കഴിച്ചു. അവിടെ ഓസിലിനെത്തിയപ്പം അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വേറൊരു കസ്റ്റമർ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ നോക്കി ഭയങ്കര ചിരി ആ കാക്കനൊക്കെ നോക്കിയിട്ട്. ആൺകുട്ടികളായതുകൊണ്ടാണോ എന്നൊക്കെ അറിയില്ല, ആ കാക്കനെ നോക്കി ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ എൻ്റെ ഓസിലിൻ്റെ സോഷ്യലൈസിങ് ഒക്കെ കഴിയാനാകുമ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫലൂഡ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓരോരുത്തരും ഓരോ ഇച്ചിരി കഴിക്കാമെന്നുള്ള മാറി കഴിക്കാമെന്നുള്ള നമ്മൾ പ്ലാൻ ചെയ്ത്. കാരണം ഒന്നാമത് മധുരമാണ്, രണ്ടാമത് തണുപ്പായതുകൊണ്ട് എന്തായാലും നമുക്ക് മത്ത് പിടിക്കും. നമ്മൾ രണ്ടാളും മധുരപ്രിയരല്ല. പിന്നെ പെട്ടെന്നുള്ള ഒരു ക്രേവിങ്ങിൻ്റെ പുറത്ത് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ നമ്മൾ മാറി കഴിച്ച് ഫലൂഡൊക്കെ തീർത്ത് ബില്ല് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പരപ്പുമ്പോൾക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കാറിൽ കയറി കഴിഞ്ഞാൽ ഓസിൽ അബൻ്റെ അടുത്ത് ഇരുന്ന് 2 വട്ടം സ്റ്റെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചതിന് ഓനെ ഹാപ്പിയാവും. പിന്നെ ആ ജേണിയിൽ ഓനെ അടങ്ങിയിരുന്നോളും. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓസിൽ ഉറങ്ങിപ്പോയിക്ക്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പരപ്പുമ്പോൾക്ക് വിട്ടു. പരപ്പുമ്പോയിലെത്തി ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് അവിടെ മഴ വന്നു. അതാണ് ആ ക്ലിപ്പ് എടുത്ത് വെച്ചത്. പിന്നെ മഴയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.